ഇനി നെക്സ്റ്റ് പ്രോബ്ലം ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് y ഡബിൾ ഡാഷ് പ്ലസ് 4y ഈക്വൽ ടു 3 കോസ് ടി. നമുക്കിത് കണ്ടാൽ തന്നെ അറിയാം ഇതെന്താണ്, ലീനിയർ ആണ്, കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻസും ആണ്, അതേപോലെ തന്നെ ഇതെന്താണ്, നോൺ ഹോമോജീനിയസും ആണ്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ്, y ഓഫ് എക്സ് ഈക്വൽ ടു, അതായത് മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോയിഫിഷ്യൻ്റ്, അതിൽ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, y ഓഫ് എക്സ് ഈക്വൽ ടു വൈ സി ഓഫ് എക്സ് പ്ലസ് വൈ പി ഓഫ് എക്സ്. ഇതിലാദ്യം നമ്മൾ എന്താ കാണുക, വൈ സി ഓഫ് എക്സ് കാണും. അതിന് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്തെഴുതുക, ഈക്വൽ ടു 3 കോസ് 2t. ഇനി തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് എഴുതണം. അതിനെ ഹോമോജീനിയസ് ആക്കി എഴുതിയതിന് ശേഷം കിട്ടുന്ന സൊല്യൂഷൻ ആയിരിക്കും വൈ സി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുക, വൈ ഡബിൾ ഡാഷിന് എം സ്ക്വയറും വൈക്ക് 1ഉം കൊടുക്കുക. ദാറ്റ് ഈസ് എം സ്ക്വയർ ഈസ് ഈക്വൽ ടു -4, എം സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇവിടെ സ്ക്വയർ പോക്കുമ്പം ഒരു പ്ലസ് ഓർ മൈനസും ഒരു റൂട്ടും ഇട്ട് കൊടുക്കുക. എന്നിട്ടോ മൈനസ് പോക്കിയിട്ട് എന്തിട്ട് കൊടുക്കുക, ഐ ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ് 2y. അപ്പോൾ രണ്ട് റൂട്ട് m1 ഈസ് ഈക്വൽ ടു 2yയും m2 ഈക്വൽ ടു -2yയും കിട്ടി. ഇനി നമുക്കറിയാം നമ്മൾ ഹോമോജീനിയസിൻ്റെ സൊല്യൂഷൻ പഠിച്ചപ്പോൾ നമുക്ക് കിട്ടുന്ന റൂട്ട് കോംപ്ലക്സും ഡിഫറൻറ്റും ആയിട്ടുള്ള റൂട്ടാണെങ്കിൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റീസ് ടു ആൽഫ എക്സ് ഇൻറ്റു കോസ് ബീറ്റ എക്സ് C1 കോസ് ബീറ്റ എക്സ് പ്ലസ് C2 സൈൻ ബീറ്റ എക്സ് ആണ്. എന്താണ് ഈ ആൽഫ ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ ഫോർമാറ്റിലാണ്. ഇവിടെ എന്തെങ്കിലും കിടപ്പുണ്ടോ, ഇല്ല. അപ്പോൾ ആൽഫ എന്താണ്, 0. ഐൻ്റെ കൂടെ എന്താണുള്ളത്, ബീറ്റ. ഇവിടെ ഐൻ്റെ കൂടെ എന്താണ്, 2. അപ്പോൾ ബീറ്റ എന്താണ്, 2 ആണ്. അപ്പോൾ നമ്മൾ വൈ ഓഫ് എക്സ് എന്താ വരിക, ഇ റീസ് ടു 0 C1 കോസ് 2x പ്ലസ് C2 സൈൻ 2x. ഇതെന്താ ഇപ്പോൾ 1 ആയിപ്പോൾ. ഇ റീസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 1 ആണ്. അപ്പം നമ്മൾ വൈ ഓഫ് എക്സ് എന്താ വരിക, C1 കോസ് 2x പ്ലസ് C2 സൈൻ 2x എന്ന് കിട്ടും. ഇതിനെയാണ് നമ്മൾ വൈ സി ഓഫ് എക്സ് ആക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് വൈ പി കണ്ടുപിടിക്കണം. വൈ പി എങ്ങനെയാണ് കണ്ടുപിടിക്കുക, നമ്മളെ ആർ ഓഫ് എക്സ് എടുക്കുക. ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് എന്താണ് ഉള്ളത്, അതാണ് ആർ ഓഫ് എക്സ് 3 കോസ് 2t. ഒരു മാറ്റമുണ്ട്, നമ്മൾ ചോദ്യത്തിൽ ടി ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ എക്സ് ഒക്കെ നിങ്ങളിവിടെ എന്താക്കി കൊടുക്കുക, ടി ആക്കി കൊടുക്കുക കേട്ടോ. എക്സിന് പകരം ടി ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ ടിക്ക് പകരം എക്സ് ആക്കി കൊടുത്താലും മതി. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ടി അല്ലേ, അതുകൊണ്ട് എക്സ് ഒക്കെ എന്താക്കിക്കോ, ടി ആക്കിക്കോ. അപ്പം ആർ ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കോസ് ടി. ആർ ഓഫ് ടി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് വൈ പി കണ്ടുപിടിക്കുക, നമ്മളൊരു പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾക്കുള്ള ആർ ഓഫ് ടീൻ്റെ ഫോർമാറ്റ്. നമ്മൾ ആർ ഓഫ് ടി എന്ന് പറഞ്ഞാൽ 3 കോസ് 2t ആണല്ലേ. ഇവിടെ നിങ്ങൾ നോക്ക്, കെ കോസ് ബീറ്റ എക്സ്, കോസോ സൈനോ ഏത് വേണമെങ്കിലും വന്നോട്ടെ, നമ്മുടെ വൈ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും. നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 3 കോസ് 2t. കെക്ക് പകരം നമുക്ക് എന്താ 3, 2 ബീറ്റയ്ക്ക് പകരം നമുക്ക് 2 ആണ്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മുടെ ആർ ഓഫ് ടി കിടക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ വൈ പി എന്താണ്, കെ കോസ് ബീറ്റ എക്സ് പ്ലസ് എം സൈൻ ബീറ്റ എക്സ്. നിങ്ങൾ നോക്കേണ്ട കാര്യം, നമുക്കുള്ള നമുക്കിപ്പോൾ ഇവിടെ കോസ് 2t ആണല്ലോ, അത് മാത്രം നോക്കിയാൽ മതി. അതിൻ്റെ കൂടെയുള്ള കോൺസ്റ്റൻസ് ഒന്നും നോക്കണ്ട. അപ്പോൾ ഇവിടുത്തെ വൈ പിൻ്റെ ഫോം എന്താണ്, കെ കോസ് ബീറ്റ എക്സ് പ്ലസ് എം സൈൻ ബീറ്റ എക്സ്. ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ 2 ആണ്. എക്സിന് പകരം എന്താക്കി കൊടുക്കുക, ടി ആക്കി കൊടുക്കുക. ദാറ്റ് ഈസ് കെ കോസ് 2t പ്ലസ് എം സൈൻ 2t ആണ് നമ്മുടെ വൈ പി വരിക. ഈ കെയും എമ്മും എല്ലാ പ്രോബ്ലത്തിലും ഇടണം, അതൊരിക്കലും നിങ്ങൾ മാറ്റരുത്. ഇവിടെയുള്ള സാധനം മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി നോട്ട് ചെയ്യേണ്ട കാര്യം, നമ്മൾ മോഡിഫിക്കേഷൻ റൂള് പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു മോഡിഫിക്കേഷൻ റൂള്, നമ്മളെ ക്വസ്റ്റ്യനിലുള്ള ആർ ഓഫ് ടി ഉണ്ടല്ലോ, അതിലുള്ള ഒരു ടേം നമ്മൾ കണ്ടുപിടിച്ച വൈ സിയിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വൈ പിനോട് എക്സ് ഗുണിക്കും. അപ്പം ക്വസ്റ്റ്യനിൽ ആർ ഓഫ് ടിയിൽ എന്താണ് കിടക്കുന്നത്, കോസ് 2t അല്ലേ. ഇവിടെ വൈ സിയിൽ നോക്ക്, കോസ് 2t ഒരു തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു തവണ റിപ്പീറ്റ് ചെയ്ത് വന്നാൽ വൈ പിനോട് നമ്മൾ ഒരു തവണ എക്സ് ഗുണിക്കുക. 2 തവണ റിപ്പീറ്റ് ചെയ്ത് വന്നാൽ എന്ത് ഗുണിക്കണം, എക്സ് സ്ക്വയർ ഗുണിക്കുക. അപ്പോൾ ഇവിടെ കോസ് 2t ഒരു തവണയാണ് റിപ്പീറ്റ് ചെയ്ത് വന്നത്. അതുകൊണ്ട് വൈ പിനോട് ഞാൻ എന്ത് ഗുണിക്കണം, എക്സ് ഇൻറ്റു കോസ്, എക്സ് അല്ല ഇവിടെ എക്സിന് പകരം ടി ആണ്, കോസ് 2t പ്ലസ് എം സൈൻ 2t. അപ്പോൾ എന്താ വരിക, ടി കെ കോസ് 2t പ്ലസ് ടി എം കോസ് 2t എന്ന് വരും. കാരണം എന്താ, ഈ കോസ് 2tൻ്റെ
YP ആണ് ഇത് മൊത്തം. അപ്പോൾ ഇതിനോട് മൊത്തം ഗുണിക്കണം. ഇവിടെ cos 2tനോട് മാത്രം ഗുണിച്ചാൽ പോരാ. നമ്മുടെ ഈ cos 2tൻ്റെ YP ഇത് മൊത്തമാണ്. അതുകൊണ്ടാണ് രണ്ട് സ്ഥലത്തും വന്നത്. ഇനി YP കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എഴുതുക. അതിൽ Yക്ക് പകരം എന്താക്കി കൊടുക്കുക? YP ആക്കി കൊടുക്കുക. 4YP = 3 cos 2t. ഇനി എന്ത് ചെയ്യുക? Y ഡബിൾ ഡാഷും ഈ YP ഡബിൾ ഡാഷും YPയും കണ്ടുപിടിക്കുക. YP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? TK cos 2t പ്ലസ് TM sin 2t. എന്ത് ചെയ്യുക? ഇത് ഡിഫറൻസിയേഷൻ ചെയ്യുക. ഇവിടെ ടീൻ്റെ രണ്ട് വേരിയബിൾ വരുന്നത് കൊണ്ട് പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. UV all dash = U' V പ്ലസ് V'U. അപ്പം ഇതിനെ U ആക്കിയിട്ടും ഇതിനെ V ആക്കിയിട്ടും എടുക്കുക. K കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? ടീൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1 × K cos 2t പ്ലസ് TK × cos 2tൻ്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് sin 2t × 2 പ്ലസ് അതേപോലെ ഇവിടെ രണ്ട് ടി ഉണ്ട്. അപ്പം ടീൻ്റെ ഡെറിവേറ്റീവ് 1 × M sin 2t പ്ലസ് TM × sin 2t ഡെറിവേറ്റീവ് എന്താ? cos 2t × 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 × K എന്താ വരിക? K cos 2t. ഈ മൈനസും പ്ലസ് ഇവിടെ വരും. ഇത് ഇൻറ്റു ആണ്. TKയും ഇവിടെ ഒരു 2 ഉണ്ട്. 2TK sin 2t. ഇനിയോ പ്ലസ് ഇതെന്ത് വരും? M sin 2t. ഇതോ 2TM പ്ലസ് 2TM cos 2t വരും. ഇനി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് YP ഡബിൾ ഡാഷ് ആണ്. YP ഡാഷ് ആണ്. ഇനി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ cos 2tനെ പുറത്തെടുത്തു. ഇവിടെ നിന്ന് cos 2t പോയാൽ പിന്നെ അവിടെ K മാത്രമല്ലേ ഉള്ളൂ. പിന്നെ cos 2t എവിടെയുള്ളതാ? ഇവിടെ. ഈ cos 2t പോയാൽ പിന്നെ ഇവിടെ 2TM അല്ലേ ഉള്ളൂ. അത് ഞാൻ ഇവിടെ എഴുതി. പിന്നെ ഞാൻ sin 2tനെ പുറത്തെടുത്തു. ഈ sin 2t പോയി കഴിഞ്ഞാൽ ഇവിടെ എന്താ ഉള്ളത്? മൈനസ് 2TK. അതാണ് ഈ മൈനസ് 2TK. ഈ sin 2t പോയാൽ പിന്നെ പ്ലസ് M അല്ലേ ഉള്ളൂ. അതാണ് ഈ M. അപ്പോൾ YP ഡാഷ് നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി YP ഡബിൾ ഡാഷ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ഇതിനെ ഡിഫറൻസിയേഷൻ ചെയ്യാം. ഇതിനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പം ഇവിടെ ഇതാ ടീൻ്റെ ഇതൊരു വേരിയബിൾ, ഇത് വേറൊരു വേരിയബിൾ. അപ്പോൾ ഇവിടെ എന്ത് യൂസ് ചെയ്യണം? പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? cos 2tൻ്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് sin 2t × 2 ഇൻറ്റു ഈ ഫംഗ്ഷൻ എഴുതി കൊടുക്കുക. K പ്ലസ് 2TM പ്ലസ് cos 2t ഇൻറ്റു K പ്ലസ് 2TMൻ്റെ ഡെറിവേറ്റീവ് എന്താ? Kൻ്റെ കൂടെ T ഇല്ലാത്തതുകൊണ്ട് ഡെറിവേറ്റീവ് അവിടെ എന്താ? 0. 2tൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ ടീനെ മാത്രം ഡിഫറൻസിയേഷൻ ചെയ്താൽ മതി. ടീൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1. അപ്പോൾ 2 × 1 × M എന്താ വരിക? 2M പ്ലസ് അടുത്തതോ sin 2tൻ്റെ ഡെറിവേറ്റീവ്. ഇവിടെ എന്ത് യൂസ് ചെയ്യണം? പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. sin 2tൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? cos 2t × 2 എന്നിട്ട് ഈ ഫംഗ്ഷൻ എഴുതി കൊടുക്കുക. M - 2TK എന്നിട്ടോ പ്ലസ് അടുത്തതെന്താ? sin 2t × ഇതിൻ്റെ ഡെറിവേറ്റീവ്. എമ്മിൻ്റെ കൂടെ ടി ഇല്ലാത്തതുകൊണ്ട് അത് 0 ആണ്. മൈനസ് ഇവിടെ ടീൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1. അപ്പോൾ 2 × 1 × K എന്താ വരിക? 2K എന്ന് വരും. അതായത് എന്താണ് ഈ പ്രോഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഫംഗ്ഷൻ ഉണ്ടാകും. ആദ്യം ഇപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു രണ്ടാമത്തെ ഫംഗ്ഷൻ പ്ലസ് രണ്ടാമത്തെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ. അതങ്ങനെ മാറ്റി മാറ്റി നിങ്ങൾ എഴുതിയാൽ മതി. ഇനി ഇതിനെന്താ വരിക? 2 × 2നെ ഞാൻ ആദ്യമാക്കി എഴുതി. അപ്പോൾ -2 sin 2t ഇൻറ്റു K പ്ലസ് 2TM. ഇതെന്ത് വരും? 0 + 2M എന്താണ്? 2M പ്ലസ് 2M cos 2t വരും. പ്ലസ് ഇതെന്താ വരിക? 2 cos 2t M - 2TK പ്ലസ് ഇതെന്താ വരിക? sin 2t ഇൻറ്റു -2K എന്താ വരിക? -2K sin 2t എന്ന് വരും. ഇതെന്താണ്? YP ഡബിൾ ഡാഷ് ആണ് അല്ലേ? അപ്പം ഞാൻ എന്ത് ചെയ്യുക? sin 2tനെ പുറത്തെടുത്ത് sin 2tനെ പുറത്തെടുത്തു. ഇവിടെ sin 2t പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത്? ഒരു -2ഉം പിന്നെ ഈ K പ്ലസ് 2TM. പിന്നെ ഞാൻ cos 2tനെ പുറത്തെടുത്തു. ഇവിടെ cos 2t പോയി കഴിഞ്ഞാൽ ഇവിടെ പിന്നെ എന്താ ഉള്ളത്? 2M ആണുള്ളത്. പിന്നെയോ ഇവിടെ cos 2t പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു പ്ലസ് 2 × പിന്നെ ഇതാ M - 2TK ഉണ്ട്.
ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം, ഞാൻ സൈൻ 2t പുറത്തെടുത്തു അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് സൈൻ 2t പോയ -2ഉം ഈ ബ്രാക്കറ്റിലുള്ള സാധനവും ഞാൻ ഇവിടെ എഴുതി ഇല്ലേ. പിന്നെ ഇതാ ഇവിടെ ഒരു സൈൻ 2t ഉണ്ടല്ലോ. ഈ സൈൻ 2t പോയ പിന്നെ ഇവിടെ എന്താ ഉള്ളത്, ഒരു -2k. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഒരു -2k ഉണ്ട്. അത് നിങ്ങൾ ഇട്ടോളണേ, ഒരു -2k. അപ്പം എന്താ, ഇതായിരുന്നു നേരത്തെ നമുക്ക് കിട്ടിയതല്ലേ. ഇനി ഞാൻ എന്ത് ചെയ്തു, ഈ -2 ഇൻറ്റു ചെയ്തു. -2 ഇൻറ്റു k -2k, -2 ഇൻറ്റു 2tm -4tm. പിന്നെ അവിടെയുള്ള ഒരു -2k ഞാൻ എഴുതി. ഈ -2 ഇതിൻ്റെ മാത്രം കേട്ടോ, ഇതിന് ഇൻറ്റു ചെയ്യാനുള്ളത് മാത്രമാണ്. അതേപോലെ ഇതെങ്ങനെ എഴുതി, 2m എഴുതി. 2 ഇൻറ്റു m 2m, 2 ഇൻറ്റു -2t, 2 ഇൻറ്റു 2 4, ബാക്കിയുള്ള -tk അവിടെ എഴുതി. ഇനി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ ഇവിടെ ഒരു -2kയും ഇവിടെ ഒരു -2k ഉണ്ട്. അത് രണ്ടും കൂടി എന്തായി, -4k ആയി. പിന്നെ അവിടെയുള്ള -4tm. ഈ 2m 2m കൂട്ടി ഞാൻ എത്ര എണ്ണം എഴുതി, 4m എന്ന് എഴുതി. അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത്, yp'. ഇനി നമ്മൾ ഇക്വേഷനിൽ കൊടുക്കാമല്ലോ. അപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇക്വേഷൻ എന്താ, yp' വരെ നമ്മൾ കണ്ടുപിടിച്ചു. ഇക്വേഷൻ എന്താണ്, yp' പ്ലസ് 4yp = 3 cos t. ഈ yp' ഞാൻ ഈ കണ്ടുപിടിച്ചതാ ഇവിടെ കൊടുത്തു. എന്നിട്ടോ 4 ഇൻറ്റു yp, 4 എഴുതിയതിന് ശേഷം എന്താ, ഞാൻ ആ yp നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും അവിടെ കൊടുത്തു. ഇനി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഈ 4നെ ഉള്ളിലോട്ട് ഇൻറ്റു ചെയ്തു. 4 ഇൻറ്റു tk cos 2t എന്താ വരിക, 4tk cos 2t. 4 ഇൻറ്റു tm sin 2t എന്താ വരിക, 4tm sin 2t. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ ഇവിടെ sin 2t ഉണ്ട്, പിന്നെ ഇതാ ഇവിടെയും sin 2t ഉണ്ട്. ഞാൻ sin 2t പുറത്തെടുത്തു. ഞാൻ sin 2t ഇവിടെ എഴുതിയിട്ട് ഒരു ബ്രാക്കറ്റ് ഇട്ടു. ഇനി ഇവിടെ നിന്ന് ഈ sin 2t പോയാൽ പിന്നെ ഈ സാധനമല്ലേ ഉണ്ടാവുക, അതാണ് ഇത്. ഇനി ഈ sin 2t ഇവിടെ നിന്ന് പോയാൽ പിന്നെ അവിടെ 4tm അല്ലേ ഉണ്ടാവുക, അതാണ് ഇവിടെ. പിന്നെ പ്ലസ് ഇട്ടിട്ട് ഞാൻ അതേപോലെ cos 2t പുറത്തെടുത്തു. ഇവിടെ നിന്ന് cos 2t പോയി കഴിഞ്ഞാൽ പിന്നെ 4m - 4tk അല്ലേ ഉണ്ടാവുക, അതാണ് ഈ 4m - 4tk. പിന്നെ ഈ cos 2t പോയ ഇവിടെ നിന്ന് എന്താ ഉണ്ടാകുക, 4tk, അതാണ് ഇത്. അപ്പം ഇതിനെ പുറത്തെടുത്തതാണ് കേട്ടോ. ഇനിയോ ഇവിടെ നോക്ക്, -4tm +4tm, അത് രണ്ടും കൂടി എന്തായിപ്പോയി, ക്യാൻസലായിപ്പോയി. ഒരേ സാധനം മൈനസും പ്ലസും വന്നു. ബാക്കി ഇവിടെയുള്ള -4k. ഇവിടെ നിങ്ങൾ നോക്ക്, -4tk +4tk, ഒരേ സാധനം പ്ലസും മൈനസും വന്നു, അത് ക്യാൻസലായിപ്പോയി. പിന്നെ ഇത് കിട്ടി. നമുക്കറിയാം ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ = 3 cos 2t ആണല്ലേ. അതായത് ഈ ഇക്വേഷനിലാണ് നമ്മളിത് കൊടുത്തത്. അപ്പോൾ ഇത് എന്തിനോട് ഈക്വലാണ്, 3 cos 2t ഈക്വലാണ്. 3 cos 2t ഈക്വൽ ടു 3 cos 2t. ഇനി എങ്ങനെയാണ് നമ്മൾ കോൺസ്റ്റൻസിൻ്റെ വാല്യൂ കമ്പയർ ചെയ്യാം, അല്ല വാല്യൂ കണ്ടുപിടിക്കാം, നമ്മൾ കോയിഫിഷ്യൻസ് കമ്പയർ ചെയ്യാം. ഇവിടെ sin 2t കൂടെ എന്താ ഉള്ളത്, -4k. ഇവിടെ sin 2t വരുന്നുണ്ടോ, ഇല്ല. sin 2t എന്ന് പറഞ്ഞ ടേമേ ഇല്ല. അപ്പോൾ sin 2t കൂടെ എന്താ ഉള്ളതെന്ന് നോക്കണമെങ്കിൽ sin 2t ഇല്ല. അപ്പോൾ എന്താണ്, 0. അപ്പോൾ k നമുക്ക് എന്ത് കിട്ടും, 0 കിട്ടും. -4 അപ്പുറത്തോട്ട് പോയാലും 0. അടുത്തത് cos 2t കൂടെ എന്താ ഉള്ളത്, ഇവിടെ 4m. ഇവിടെ cos 2t കൂടെ എന്താ ഉള്ളത്, 3. അപ്പോൾ 4m എന്ത് കിട്ടി, 3 കിട്ടി. അങ്ങനെയാണ് m എന്താ കിട്ടുക, ഈ 4ന് അപ്പുറത്തോട്ട് എടുക്കുക. ഇവിടെ ഗുണിച്ചത് ഇവിടെ വരുമ്പോൾ ഹരണമാകും. അപ്പോൾ m എന്ത് കിട്ടും, നമുക്ക് 3/4 കിട്ടും. m 3/4ഉം k എന്ത് കിട്ടും, നമുക്ക് 0യും കിട്ടും. ഇനി നമ്മളെ yp എഴുതാലോ. yp എന്തായിരുന്നു നമ്മളെ, ഇതായിരുന്നു ypൻ്റെ ഇക്വേഷൻ. ഇതിൽ kക്ക് ഞാൻ 0 കൊടുത്തപ്പം ഈ ടേം ഫുള്ള് 0 ആയിപ്പോയി. ഇവിടെ m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 3/4. അപ്പോൾ എന്ത് വരും, 3/4t sin 2t + 0. ഇതെന്ത് തന്നെയാണ്, 3/4t sin 2t എന്ന് വരും. ഇനി yp കിട്ടിയ സ്ഥിതിക്ക് നമ്മളെ സൊല്യൂഷൻ എഴുതി കൊടുക്കുക. ഇതാണ് നമ്മളെ സൊല്യൂഷൻ, ycxും yp(x) അതിലിട്ട് കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. സോൾവ് y" - 2y' - 3y = 4x - 5 + 6x e⁻²x. നോൺ ഹോമോജീനിയസ് ആണ്, ലീനിയർ ആണ്, കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻസ് ആണ്. അപ്പോൾ മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോയിഫിഷ്യൻസ് വെച്ച് നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ എന്താണ് അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, y(x) = yc(x) + yp(x). ആദ്യം yc(x) കാണാൻ എന്താ ചെയ്യുക, തന്നിട്ടുള്ള ഇക്വേഷനെ = 0 എന്ന് പറഞ്ഞ് എഴുതുക. y'-ന് m² കൊടുക്കുക, y'-ന് mഉം yക്ക് 1ഉം കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക.
അപ്പം ഇതിൻ്റെ റൂട്ട് നമുക്ക് എം ഈക്വൽ ടു 3യും എം ഈക്വൽ ടു -1ഉം കിട്ടും. അപ്പോൾ നമുക്കറിയാം നമുക്ക് കിട്ടിയ റൂട്ട് എന്താണ്, ഡിഫറെൻ്റ് ആണ്, റിയൽ ആണ്. അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ എന്താണ്, y(x) ഈക്വൽ ടു c1 e(m1x) പ്ലസ് c2 e(m2x). അതായത് y(x) ഈക്വൽ ടു c1 e(3x) പ്ലസ് c2 e(-x) എന്ന് വരും. ഇനി yp കണ്ടുപിടിക്കണ്ടേ? yp കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് r(x) വേണം അല്ലേ? r(x) എന്താ, നമ്മളെ ചോദ്യത്തിൽ ഈക്വൽ ടുൻ്റെ അപ്പുറത്ത് എന്താ ഉള്ളത്, അതാണ് r(x). 4x - 5 പ്ലസ് 6x e(2x). ഇതാണ് നമ്മളെ r(x). ഇനി നമ്മൾ ടേബിളിൽ നോക്കുക. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ആദ്യത്തേത് എന്താണ്, 4x ആണല്ലേ. നമ്മൾ ടേബിൾ നോക്ക്, 4x ഇവിടെയാണ് ഇപ്പോൾ ഒരു kx(n) വരുന്നത് അല്ലേ. ഇതും 4xും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കാം അല്ലേ. അപ്പം നമ്മളത് ഇവിടെ എന്താണ്, kx(n), നമ്മളത് എന്താണ്, 4x ആണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, k 4ഉം n 1ഉം ആയാൽ ഇത് 4x ആവില്ലേ. അപ്പം നമ്മളെ r(x) ഇതാ ഈ ഒരു ഫോർമാറ്റിലല്ലേ കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 4xൻ്റെ yp എന്താ വരിക, ഇതാണ് വരിക 4xൻ്റെ yp അല്ലേ. kx(n)ൻ്റെത് ഇതാണ് വരിക. എന്നിൻ്റെ മുകളിൽ അല്ല, എക്സിൻ്റെ മുകളിൽ n ആണെങ്കിൽ ഇത് n വരെ എഴുതണം. നമുക്കിവിടെ എക്സിൻ്റെ മുകളിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ, അതിൻ്റെ അടുത്ത് എക്സിൻ്റെ മുകളിൽ എന്താണ്, 1 ആണ്. അപ്പോൾ ഇത് എവിടം വരെ വരും, k1 വരെ വരും. അപ്പോൾ എന്താ വരിക, k0 പ്ലസ് k1x ആയല്ലോ. അടുത്തത് എന്താ വരിക, 5ൻ്റെത് വേണം. അപ്പോൾ 5ൻ്റെത് ഇവിടെ നിങ്ങൾ നോക്ക്, ഇവിടെയൊക്കെ എക്സ്പൊണൻഷ്യൽ സൈന് ഫുൾ അതെല്ലാം വരുന്നുണ്ട്. അപ്പോൾ എക്സ്പൊണൻഷ്യൽ സൈനൊന്നും ഇല്ലാത്ത സാധനം ഇത് മാത്രമാണ് അല്ലേ. അപ്പം ഇതും എന്ത് തന്നെയാണ്, kx(n) ആണ്. ഞാൻ പറയട്ടെ, ഇവിടെ kക്ക് ഞാൻ 5ഉം കൊടുത്തു, kക്ക് 5ഉം n-ന് 0യും കൊടുത്തു. അപ്പോൾ 5x(0). x(0) എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ 5 × 1 എന്ത് കിട്ടി, 5 കിട്ടി. അപ്പോൾ നമ്മൾ 5ഉം കിടക്കുന്നത് ഏതൊരു മെത്തേഡിലാണ്, kx(n) ആ ഒരു ഫോർമാറ്റിലാണ് 5ഉം കിടക്കുന്നത്. ഇങ്ങനെ രണ്ടെണ്ണം ഒരേ ഫോർമാറ്റിൽ കിടക്കുകയാണെങ്കിൽ നിങ്ങൾ രണ്ടും എഴുതണ്ട. കാരണം ഇപ്പം ഇവിടെ n-ൻ്റെ മുകളിൽ 0 ആയപ്പോഴാണല്ലോ നമുക്ക് 5 കിട്ടിയത് അല്ലേ. ഇവിടെ നോക്ക്, kx(n), k ഇപ്പോൾ 5ഉം n 0യും ആണെങ്കിൽ എന്ത് കിട്ടും, 5 × 1 5 കിട്ടും. അപ്പം n 0 ആകുമ്പോഴാണ് നമുക്ക് 5 കിട്ടുക. അതായത് ഈ kx(n) തന്നെയാണ് നമ്മുടെ 5 വരുന്നത്. അപ്പം അവിടെ n-ന് 0 ആയതുകൊണ്ട് k0 മാത്രം എഴുതിയാൽ മതി. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പം ഇത് രണ്ടും വരുന്നത് kx(n) ആണ്. അതുകൊണ്ട് ഇത് എഴുതിയാൽ മതി. ഇതിൻ്റെ k0 ഓൾറെഡി ഇതിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ, രണ്ടിനും വേറെ വേറെ എഴുതണ്ട. ഇനി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡിഫറെൻറ്റാണ്. നിങ്ങൾ നോക്കേണ്ടത് ഇതിൻ്റെ രണ്ടിൻ്റെയും r(x)ൻ്റെ ഫോർമാറ്റ് സെയിം ആണ്. അതുകൊണ്ടാണ് ഇത് ഒരെണ്ണം എഴുതി നിർത്തിയത്. r(x) ഡിഫറെൻ്റ് ആണെങ്കിൽ വേറെ വേറെ എഴുതണം. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഇനി ഇതിൻ്റെ r(x) എന്താ, x e(x) അല്ലേ, 6x e(2x). എക്സും വരണം, എക്സ്പൊണൻഷ്യലും വരണം അല്ലേ. ഇവിടെ നിങ്ങൾ നോക്ക്, എക്സും വരുന്നുണ്ട്, എക്സ്പൊണൻഷ്യലും വരുന്നുണ്ട്. kx(n) e(α(x), kx(n) e(α(x) അല്ലേ. നമുക്ക് kൻ്റെ സ്ഥാനത്ത് ഇവിടെ 6 കൊടുത്തു, n-ന് പകരം ഞാൻ 1 കൊടുത്തു, α(x)ന് പകരം 2x കൊടുത്തു. ഇപ്പം നോക്ക്, ഇതേ സാധനമല്ല. അപ്പോൾ ഇത് ഏത് ഫോർമാറ്റിലാണ് കിടക്കുന്നത്, ഈ ഒരു ഫോർമാറ്റിൽ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ yp എന്താ, e(α(x) × k1 പ്ലസ് k0 പ്ലസ് k1x പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞു പോകും. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n-ൻ്റെ മുകളിൽ എന്താണോ അത് വെച്ചിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇത് എക്സിൻ്റെ മുകളിൽ n ആണെങ്കിൽ n വരെ വരും അല്ലേ. നമുക്കിവിടെ എക്സിൻ്റെ മുകളിൽ ഒന്നും കാണുന്നില്ല. അപ്പോൾ എന്താണ്, 1 ആണ്. അപ്പോൾ ഇത് എവിടം വരെ വരിക, k1 വരെ എഴുതിയാൽ മതി അല്ലേ. k1 വരെ എഴുതിയാൽ മതി. ഇനി നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം, ഇവിടെ ഓൾറെഡി ഞാൻ k0ഉം k1ഉം എഴുതിയിട്ടുണ്ട്. അപ്പം ഇതിനി എന്താ വരിക, ഈ k0ഉം k1ഉം ഓൾറെഡി എഴുതിയത് കൊണ്ട് ഇത് നിങ്ങൾ അടുത്തത് എഴുതുമ്പോൾ k2 k3 ആക്കി കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇത് ശരിക്കും വരേണ്ടത് എന്താ, y = e(α(x) × k0 പ്ലസ് k1x ആണ് ഇതിൻ്റെ yp വരിക. അപ്പോൾ ഈ k0 k1 ഞാൻ ഓൾറെഡി എഴുതിയത് കൊണ്ട് e(α(x) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 2x × k0ന് പകരം ഞാൻ k3യും k1ന് പകരം ഞാൻ k4xും കൊടുക്കുന്നു. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഇങ്ങനെ വേണം കൊടുക്കാൻ. ഒരു മാറ്റമുണ്ട്, നമ്മളിവിടെ k0 k1 ആണ് എഴുതിയത്. അപ്പോൾ ഇവിടെ k3 അല്ല k2 ആട്ടോ എഴുതി കൊടുക്കേണ്ടത്. എന്ത് വരെയാണോ എഴുതിയത് അതിന് ശേഷമുള്ള നമ്പർ വേണം അടിയിലിട്ട് കൊടുക്കാൻ. ക്ലിയർ ആയല്ലോ.
അപ്പോൾ നമ്മളെ വൈ പി എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വൈ പി ഡാഷും വൈ പി ഡബിൾ ഡാഷും കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് വൈ പി ഡാഷ് കണ്ടുപിടിക്കാം. ഇതിന് ഡിഫറൻസിയേഷൻ ചെയ്യാം. അപ്പോൾ നമ്മൾ എക്സ് വെച്ചിട്ട് ഡിഫറൻസിയേഷൻ ചെയ്യുന്നത് കെ നോട്ടിൻ്റെ കൂടെ എക്സ് ഇല്ലാത്തത് കൊണ്ട് അതെന്തായിപ്പോയി? ഡെറിവേറ്റീവ് 0 ആയിപ്പോയി. ഞാൻ അവിടെ എഴുതിയില്ലാന്നേ ഉള്ളൂ. ഇവിടെ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1. അപ്പോൾ K1 × 1 K1 വരും. ഇതെന്ന് പറയുന്ന ഒരൊറ്റ ടേമാണ്. ഇൻറ്റു ചെയ്തിട്ട് എക്സിൻ്റെ 2 ടേമായിട്ടല്ലേ വരുന്നത്. അപ്പോൾ അവിടെ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. എന്താ പ്രോഡക്റ്റ് റൂൾ? ഇതിന് ഫസ്റ്റ് ഫംഗ്ഷനും ഇതിന് സെക്കൻഡ് ഫംഗ്ഷനും ആക്കി എടുക്കുക. ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? e2xൻ്റെ ഡെറിവേറ്റീവ് e2x × 2 ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ എഴുതി കൊടുക്കുക. പ്ലസ് എന്ത് ചെയ്യുക? ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതിയിട്ട് സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എഴുതുക. ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ? e2x. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? K2ൻ്റെ കൂടെ എക്സ് ഇല്ലാത്തതുകൊണ്ട് ഡെറിവേറ്റീവ് 0. K3 × എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? അവിടെ 1 ആണ്. K3 × എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ K3 × 1 എന്ന് വരും. ഇനിയോ ഇതെന്ത് വരും? K1 2e2x + K2 + K3. ഇവിടെയാണ് K3x, ഇവിടെയാണ് 1 ആയിപ്പോയത്. അപ്പോൾ e2x × K3 എന്ന് വരും. ഇതാണ് വൈ പി ഡാഷ്. ഇനി വൈ പി ഡബിൾ ഡാഷ് എന്താണ്? ഇതിനെ ഒന്നും കൂടി ഡിഫറൻസിയേഷൻ ചെയ്യുക. K1ൻ്റെ കൂടെ എക്സ് ഉണ്ടോ? ഇല്ല. അപ്പം 0 വരും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വരുന്ന 2 ടേം അവിടെ വീണ്ടും പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യുക. ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് 2e2x ഇൻറ്റു എന്താ? e2xൻ്റെ ഡെറിവേറ്റീവ് e2x ഇൻറ്റു മേലെയുള്ള 2xൻ്റെത് 2 ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ എഴുതി കൊടുക്കുക. പ്ലസ് ഇനിയോ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് K2ൻ്റെ കൂടെ എക്സ് ഇല്ല 0. K3 × എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ K3 × 1 പ്ലസ് e2xൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2e2x K3 വരും. ഈക്വൽ ടു എന്താ വരിക? 2 × 2 4e2x ഇൻറ്റു K2 + K3x പ്ലസ് 2e2x ഇൻറ്റു ഇതെന്താണ്? K3 പ്ലസ് 2e2x ഇൻറ്റു K3 എന്ന് വരും. ഇനി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ 4 × K2 4K2 e2x അല്ലേ? 4e2x × K2 4K2 e2x 4 × K3x എന്താണ്? 4e2x × K3x എന്താണ്? 4e2x K3x. എന്നിട്ട് ഇവിടെ e2x K3 2 എണ്ണം ഉണ്ട് അല്ലേ? മൊത്തം എത്ര എണ്ണമായി? 4 എണ്ണം. അപ്പോൾ വൈ പി ഡബിൾ ഡാഷ് കിട്ടി. ഇനി നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തായിരുന്നു? y ഡബിൾ ഡാഷ് -2y ഡാഷ് -3y = 4x - 5 + 6x e2x. ഇവിടെ വൈക്ക് പകരം നമ്മൾ എന്താ കൊടുക്കുക? വൈ പി ഡബിൾ ഡാഷ് -2yp ഡാഷ് -3yp = ഈ സംഭവം എഴുതി കൊടുക്കുക. അപ്പോൾ ഇതിൽ കൊടുക്കാനാണ് ഇതെല്ലാം കണ്ടുപിടിച്ചത്. ഇനി ഇതിൽ ഓരോന്നിനും നമ്മൾ ഇട്ട് കൊടുക്കുക. ഒരു കാര്യം ചെയ്തോ, ഈ വൈ പി ഡബിൾ ഡാഷിനും അതായത് നമ്മൾ ആദ്യം ഇതിനെ ഉള്ളിലോട്ട് എടുത്ത് ചെയ്തല്ലോ, അത് വേണ്ട. നിങ്ങളൊരു കാര്യം ചെയ്തോ, ഇതിനെ ഇങ്ങനെ തന്നെ എഴുതിക്കോ. എന്നിട്ട് ഇത് രണ്ടും കൂടി കൂട്ടി 4e2x K3 എന്ന് എഴുതിയാൽ മതി. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിനൊക്കെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ പി ഡബിൾ ഡാഷ് -2yp ഡാഷ് -3yp = 4x - 5 + 6x e2x ആയിരുന്നു. അപ്പം ഈ വൈ പി ഡബിൾ ഡാഷിന് പകരം ഞാനിതാ വൈ പി ഡബിൾ ഡാഷ് കൊടുത്തു. പിന്നെയോ -2 × വൈ പി ഡാഷ് -2 × ഇതാണ് വൈ പി ഡാഷ്. പിന്നെയോ -3yp -3 × വൈ പിയും കൊടുത്തു. ഇനി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്തില്ല. ഈ -2ന് ഉള്ളിലോട്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ എന്താ വരിക? -2 × K1 -2K1 വരും. -2 × 2e2x -4e2x വരും. -2 × 2e2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -4e2x. ഇതും ഇൻറ്റു ചെയ്തല്ലേ, അപ്പോൾ അത് ഒരുമിച്ച് എഴുതുക. ഇനിയോ -2 × e2x K3 എന്താണ്? -2e2x K3. പിന്നെയോ -3 × K0 -3K0 -3 × K1x -3K1x
-3 ഇൻറ്റു e⁻²x -3 e⁻²x ഇത് ഇതിൻ്റെ കൂടെ ഇൻറ്റു ചെയ്തതായതുകൊണ്ട് -3 ഇൻറ്റു ഇത് മൊത്തത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4e⁻²x k2 + k3 ഇതേ സാധനം ഇവിടെ ഒരു പ്ലസ്സും ഉണ്ട് ഇവിടെ ഒരു മൈനസും ഉണ്ട്. അപ്പോൾ അത് രണ്ടും എന്തായിപ്പോയി? ക്യാൻസലായിപ്പോയി. ഇനിയോ 4e⁻²x k3 ഇവിടെ 4 എണ്ണം ഉണ്ട്, ഇവിടെ -2 എണ്ണം ഉണ്ട്. അപ്പം 4ൽ നിന്ന് 2 പോയാൽ പിന്നെ അവിടെ എത്ര എണ്ണം ഉണ്ടാകുള്ളൂ? 2 എണ്ണം. അപ്പം ഇതും ക്യാൻസലായിപ്പോയി, അവിടെ 2 എണ്ണം വന്നു. ഇനി ബാക്കിയുള്ള -2k1 ഇവിടെ എഴുതി കൊടുത്തു, -3k0 എഴുതി, -3k1x എഴുതി, -3 ഇതാ ഈ ടേം ഞാൻ ഇവിടെ എഴുതി കൊടുത്തു. ഇനി ഇത് എന്തിനോടായിരുന്നു ഈക്വൽ? ഇതാ 4x - 5 + 6x e⁻²x. ഇനി കോയിഫിഷ്യൻസ് തമ്മിൽ കമ്പയർ ചെയ്യാം. നമുക്കൊരു കാര്യം ചെയ്യാം, e⁻²x ഇൻറ്റു എക്സ് കമ്പയർ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ എന്ത് വരും? 2e⁻²x k3 - 2k1 -3k0 -3k1x -3e⁻²x ഇൻറ്റു ഇതെന്താണ്? k2 -3e⁻²x ഇൻറ്റു k1x എന്ന് വരും. ഈക്വൽ ടു എന്താണ്? 4x - 5 + 6x e⁻²x. ആദ്യം എക്സിൻ്റെ കോയിഫിഷ്യൻസിനെ കമ്പയർ ചെയ്യാം. ഇവിടെ എക്സ് മാത്രം വരുന്ന ടേം ഏതാ? എക്സ് ഇതാ ഇവിടെ എക്സ് മാത്രമല്ലേ ഉള്ളൂ, വേറെ e⁻² ഒന്നും അതിൻ്റെ കൂടെ വരാൻ പാടില്ല. എക്സിൽ എക്സ് മാത്രം വരുന്നത് എന്താണ്? അതിൻ്റെ കൂടെ എന്താ ഉള്ളത്? -3k1. പിന്നെ ഇതിൽ എക്സ് മാത്രം വരുന്നതുണ്ടോ? ഇല്ല. ഇവിടെ എക്സ് ഉണ്ട്, പക്ഷെ അതിൻ്റെ കൂടെ ഇത് വരുന്നുണ്ട്, അത് പാടില്ല, എക്സ് മാത്രം. അപ്പോൾ -3k1 ഈക്വൽ ടു ഇവിടെ എക്സ് മാത്രം വരുന്നത് ഇതല്ലേ ഉള്ളൂ, ഇവിടെ എക്സിൻ്റെ കൂടെ e⁻²x വരുന്നുണ്ട്, അത് പറ്റില്ല. നമുക്ക് എക്സ് മാത്രം വരുന്ന വേണം. ഇവിടെ എന്താ എക്സിൻ്റെ കൂടെ ഉള്ളത്? 4. അപ്പോൾ k1 ഈക്വൽ ടു -4/3. ഈ -3 ഞാൻ അപ്പുറത്തോട്ട് കൊണ്ടുപോയി. അപ്പോൾ k1 കിട്ടിയല്ലോ. ഇനി നമുക്ക് കോൺസ്റ്റൻറ്റ് എക്സ് ഇല്ലാത്ത ടേംസ് എടുക്കാം. ഇതിൽ ഇതാ k3 എടുത്തു, അതിൽ തീരെ എക്സ് ഇല്ല. -2k1 എടുത്തു, അതിലും എക്സ് ഇല്ല. -3k0 എടുത്തു, അതിലും എക്സ് ഇല്ല. പിന്നെ ഇതിൽ എക്സ് ഉണ്ട്, ഇതിൽ എക്സ് ഉണ്ട്, ഇതിലും എക്സ് ഉണ്ട്. ഇവിടെ എക്സ് ഇല്ലാത്ത ടേം എന്തോ ഉള്ളൂ? -5. ഇനി നമുക്ക് എക്സും e⁻²x വരുന്നത് എടുക്കാം അല്ലേ. ഇവിടെ ഇതാ എക്സും ഇവിടെ എക്സും വരുന്നുണ്ട്, e⁻²x വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ എന്താ വരുന്നത്? ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഇവിടെ k3 എന്ന് പറയുന്നതാണ്, ഞാൻ ഇങ്ങോട്ട് എഴുതിയപ്പോൾ അത് k1 ആക്കിപ്പോയി. ഇത് k3 ആണ്, അതായത് ഇവിടെ k3 വരും, അതേ ഉള്ളൂ. അപ്പം എക്സും e⁻²x അതിൻ്റെ കൂടെ വരുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ്? -3യും k3യും അല്ലേ, -3യും k3യും. പിന്നെ എക്സും e⁻²x രണ്ടും കൂടി വരുന്നത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ, ഇല്ല. ഈക്വൽ ടു ഇവിടെ എക്സും e⁻²x ഉണ്ട്, അതിൻ്റെ കൂടെ എന്താ ഉള്ളത്? 6. അപ്പോൾ k3 ഈക്വൽ ടു 6 ഡിവൈഡഡ് ബൈ -3, അതായത് എന്ത് വരും? -2 വരും. ഇനി ഈ ഇക്വേഷനിൽ k3ക്കും k1നും വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് k0 കിട്ടും. k3 എന്താ? -2. -2 ഇൻറ്റു k1 എന്താണ്? -4/3 -3k0 എന്താണ്? -5. ദാറ്റ് ഈസ് -2 + 8/3 -3k0 ഈക്വൽ ടു -5. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഇതാ ഇവിടെ നമ്മൾ k3 എഴുതിയിട്ടുണ്ടല്ലേ. നമ്മൾ ഇത് എഴുതുന്നത് എന്താണ്? അതായത് എക്സുകളൊന്നും ഇല്ലാത്ത ടേംസിനെ നോക്കിയിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഈ k3ൻ്റെ കൂടെ ഇവിടെ ഒരു ടേം ഉണ്ടായിരുന്നു, ഇതിങ്ങോട്ട് മറഞ്ഞു പോയതുകൊണ്ടാണ് നമ്മൾ കാണാതെ പോയത്. അപ്പോൾ ഇവിടെ k3 എഴുതേണ്ട കാര്യമില്ല. ക്ലിയർ ആവുന്നുണ്ടല്ലോ? എക്സുകളൊന്നും ഇല്ലാത്ത ടേമാണ് നമ്മൾ എഴുതുന്നത്, k3ൻ്റെ കൂടെ എക്സ് വരുന്നുണ്ട്. അപ്പോൾ എന്താ വരിക? -2k1 -3k0 ആണ് വരിക. ഈ -2k1 -3k0 നമ്മൾ k1ൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ -2k1 -3k0 ഈക്വൽ ടു -5 ആണ്. ഇതിൽ നമുക്ക് k1 എന്ന് പറയുന്നത് -4/3 ആണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ k1 പകരം ഞാൻ -4/3 കൊടുത്തു. -4 ഇൻറ്റു -2 എന്താണ്? 8 ആണ്. 8/3 -3k0 ഈക്വൽ ടു -5. നമുക്ക് k0 അല്ലേ കിട്ടേണ്ടത്, അപ്പോൾ ഈ 8/3 അങ്ങോട്ടേക്ക് എടുക്കുക. ഇവിടെ കൂട്ടിയതാണ്, ഇവിടെ +8/3 അങ്ങോട്ട് പോകുമ്പോൾ -8/3 ആകും. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുക? 3 ഇൻറ്റു 5 എന്താണ്?
15 -8/3 അതേപടി എഴുതി. -15 -8 -23/3 വരും. ഇനിയോ ഈ -3 ഇങ്ങോട്ടേക്ക് എടുത്താൽ k0 കിട്ടും. ഇവിടെ ഗുണിച്ചത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താകും? ഹരണമാകും. ദാറ്റ് ഈസ് 23/9 നമുക്ക് k0 കിട്ടും. അപ്പോൾ k1 കിട്ടി, k0 കിട്ടി, k3 കിട്ടി. ഇനി എന്താ കിട്ടാനുള്ളത്? k2 ആണ് കിട്ടാനുള്ളത്. ഇതാ ഇവിടെയാണ് k2 കിടക്കുന്നത് അല്ലേ. k2ൻ്റെ കൂടെ എന്താ ഉള്ളത്? k2ൻ്റെ കൂടെ എക്സിൻ്റെ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e⁻²x അല്ലേ. അപ്പോൾ നമുക്കിനി e⁻²xൻ്റെ കോയിഫിഷ്യൻസിനെ എടുക്കാം. e⁻²xൻ്റെ കൂടെ ഇവിടെ ഉള്ളത് ഒരു -3യും k2. ഞാൻ ആ -3 k2ന് ഇവിടെ എഴുതി. പിന്നെ ഇവിടെ e⁻²xൻ്റെ കൂടെയുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2ഉം k3. ആ 2 k3നെ ഞാൻ ഇവിടെ എഴുതി. പിന്നെ e⁻²x ഇവിടെ ഒറ്റയ്ക്ക് വരുന്നുണ്ടോ? കൂടെ എക്സുകൾ വേറെ ഒന്നും പാടില്ല, ഒറ്റയ്ക്കൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇനി ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് ഇവിടെ e⁻²x ഇല്ല, ഇവിടെയും ഇല്ല. ഇവിടെ e⁻²x ഉണ്ട്, പക്ഷേ അതിൻ്റെ കൂടെ എക്സ് വരുന്നുണ്ട്. e⁻²x ഒറ്റയ്ക്ക് വരണം. അപ്പോൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് കൊടുത്തു? 0 കൊടുത്തു. ഇനി ഇത് സോൾവ് ചെയ്താൽ നമുക്ക് k2 കിട്ടും. അതാണ് ഞാനിവിടെ എഴുതിയത് 2k3 - 3k0. ഇനി k3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് -2 ആണ്. അപ്പോൾ -2 × 2 എന്ത് വരും? -4 - 3k2 = 0. ഇതിന് അങ്ങോട്ട് കൊണ്ടുപോയാൽ k2 = -4/3 കിട്ടും. ഇനി നമ്മളെ YP എഴുതുക. ഇതാണ് നമ്മളെ YP. അതിൽ ഞാൻ ഓരോന്നിനും ഓരോ വാല്യൂസ് ഇട്ട് കൊടുത്തു. k1 k2 k3 ഇതിനൊക്കെ ഞാൻ വാല്യൂസ് ഇട്ട് കൊടുത്തു. അപ്പോൾ ലാസ്റ്റ് എനിക്ക് കിട്ടിയ YP ഇതാണ്. ഇനി y(x) എന്താ? yc(x) + yp(x) അല്ലേ. ഞാൻ yc(x) എഴുതി, yp(x) എഴുതി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് ഇത് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം y" + 2y' + 5y = 1.25 e⁻0.5x + 40 ആണ് 40 cos 4x - 55 sin 4x. അപ്പം നേരത്തെ ചെയ്ത പോലെ തന്നെ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ആണെന്നുള്ളൊരു മാറ്റമേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം ഇതെന്താണ്? ലീനിയർ ആണ്, നോൺ ഹോമോജീനിയസ് ആണ്, പിന്നെ എന്താണ്? കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻസ് ആണ് അല്ലേ. അപ്പം നേരത്തെ ചെയ്ത അതേപോലെ തന്നെ സൊല്യൂഷൻ എന്താണ്? yc(x) + yp(x) വരും. yc(x) കണ്ടുപിടിക്കാൻ ഞാൻ ഈ ഇക്വേഷൻ =0 എന്ന് എഴുതി, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതി, റൂട്ട്സ് കണ്ടുപിടിച്ചു. അപ്പോൾ എനിക്ക് കിട്ടിയ റൂട്ട് എന്താണ്? കോംപ്ലക്സ് ആണ്, ഡിഫറൻ്റ് ആണ്. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത് വരും. ഇവിടെ ബീറ്റ എന്ന് പറഞ്ഞാൽ 2ഉം ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1ഉം വരും. അത് കൊടുത്തപ്പം എനിക്ക് yc(x) എന്ത് കിട്ടി? ഇത് കിട്ടി. ഇനി എനിക്ക് എന്ത് കണ്ടുപിടിക്കണം? yp(x) കണ്ടുപിടിക്കണം. അതിനെന്താ വേണ്ടത്? r(x) എഴുതാം. എന്താണ് r(x)? 1.25 e⁻0.5x + 40 cos 4x - 55 sin 4x എന്ന് വരും ഇല്ലേ. ഇനി ഇത് നമ്മുടെ ടേബിൾ എവിടെ? ഇതാണ് നമ്മളെ ടേബിൾ. ഇതിൽ r(x)ൻ്റെ ആദ്യം നമുക്ക് ഇതിൻ്റെ r(x) കണ്ടുപിടിക്കാം. 1.25 e⁻0.5x k e⁻α(x). kൻ്റെ സ്ഥാനത്ത് 1.25ഉം ആൽഫേൻ്റെ സ്ഥാനത്ത് 0.5ഉം അല്ലേ. അപ്പം ഇതിൻ്റെ YP എന്താ? c e⁻α(x). ഒന്നുമില്ല, നമ്മളെ ചോദ്യത്തിലുള്ള എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ c അങ്ങോട്ട് കൊടുത്താൽ മതി. അപ്പോൾ YP എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ എന്താ വരിക? ഇതിന് പകരം c ആക്കിയിട്ട് ഈ e⁻0.5x അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി 40 cos 4x എന്താ? k cos βx. അപ്പോൾ ഇതിൻ്റെ YP എന്താ വരിക? k cos βx + m sin βx. βxന് പകരം നമ്മളെ ചോദ്യത്തിൽ 4x ആയിരിക്കും, ആ മാറ്റമേ ഉള്ളൂ. അപ്പം k cos 4x + k sin 4x. ഇനിയോ 55 sin 4x എന്താ? k sin βx അല്ലേ. അതും ഇത് തന്നെയാണ് വരിക. അപ്പം ഞാൻ പറഞ്ഞു അതായത് ഇങ്ങനെ വരുന്നത് സെയിം ആണ് വരുന്നതെന്ന് വെച്ചോ. ഇതിപ്പോൾ ഇതിന് രണ്ടിനും വരുന്നത് എന്താണ്? സെയിം YP ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടെണ്ണം എഴുതണ്ട, ഒരെണ്ണം എഴുതിയാൽ മതി. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ YP വരിക. ഇവിടെ k അല്ല, ഇവിടെ m ആണ്, മാറിപ്പോയത്. ഇനി നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? YP' YP" കണ്ടുപിടിക്കണം. അപ്പം ഈ YPനെ ഡിഫറൻസിയേഷൻ ചെയ്യാം. e⁻x ഡെറിവേറ്റീവ് എന്താണ്? നമുക്കറിയാം e⁻2x ഡെറിവേറ്റീവ് e⁻2x ഇൻറ്റു മേലെയുള്ള 2x ഡെറിവേറ്റീവ് 2 ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ e⁻0.5x ഡെറിവേറ്റീവ് എന്താ?
e⁵ ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ എക്സിൻ്റെത് 1 വരുമ്പം 0.5 ഇൻറ്റു 1 0.5. പിന്നെ കൂടെയുള്ള കോൺസ്റ്റൻറ്റ് ഞാൻ അതേപോലെ ഇട്ടു. ഇനി കെ ഇൻറ്റു കോസ് 4x ഡെറിവേറ്റീവ് എന്താ? കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ അല്ലേ, അപ്പോൾ മൈനസ് സൈൻ 4x മൈനസ് മൈനസ് ആണിത്, മൈനസ് സൈൻ 4x ഇൻറ്റു 4x ഡെറിവേറ്റീവ് 4 കൂടെയുള്ള കെ ഞാൻ അതുപോലെ എഴുതി. ഇനി സൈൻ 4x ഡെറിവേറ്റീവ് എന്താ? കോസ് 4x ഇൻറ്റു 4 അല്ലേ, കോസ് 4x ഇൻറ്റു 4 അതിൻ്റെ കൂടെയുള്ള എം ഞാൻ അതേപോലെ എഴുതി. ഇതാണ് y p' വരിക. ഇനി ഇതിനെ ഡിഫറൻസിയേഷൻ ചെയ്താൽ y p" കിട്ടും. സി ഇൻറ്റു 0.5 എന്താണ്? സി ഇൻറ്റു 0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. ഇനി e⁵ ഡെറിവേറ്റീവ് എന്താ? e⁵ ഇൻറ്റു 0.5x ഡെറിവേറ്റീവ് 0.5. അങ്ങനെയാണ് ഇവിടെ 0.5 വന്നത്. മൈനസ് 4k ഇൻറ്റു സൈൻ 4x ഡെറിവേറ്റീവ് കോസ് 4x ഇൻറ്റു 4m ഇൻറ്റു കോസ് 4x ഡെറിവേറ്റീവ് മൈനസ് സൈൻ 4x ഇൻറ്റു 4. ഇനി എന്താ ചെയ്തതെന്ന് വെച്ചാൽ 0.5 ഇൻറ്റു 0.5 0.25 ആണ്. 4 ഇൻറ്റു 4 എന്താ? 16 ആണ്. ഇവിടെ 4 ഇൻറ്റു 4 എന്ത് എഴുതി? 16 എഴുതി. ഇനി നമ്മളെ ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, ഇതിന് ഞാൻ y p" പകരം കൊടുത്തു. പ്ലസ് 2 ഇൻറ്റു y p' പ്ലസ് 2 ഇൻറ്റു ഇതാണ് y p' പ്ലസ് 5 ഇൻറ്റു yp പ്ലസ് 5 ഇൻറ്റു ypക്ക് പകരം ഞാൻ കൊടുത്തു. yp ഇവിടെ m സൈൻ 4x ആണ്. ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഇത് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? നമ്മുടെ ആൻസർ കിട്ടും. ഇനി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ 2 ഇൻറ്റു സി ഇൻറ്റു 0.5 ഞാൻ ഈ 2ന് 0.5ന് ഇൻറ്റു ചെയ്തു. 2 ഇൻറ്റു 0.5 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു സി എന്ത് തന്നെ വരും? സി വരും. അപ്പോൾ സി e⁵ വരും. അതാണ് നമ്മളിതാ ഇവിടെ എഴുതിയത്, സി e⁵ ഇനി 2 ഇൻറ്റു -4 എന്താ? -8. ബാക്കിയുള്ള k സൈൻ 4x അതേപോലെ എഴുതി. ഈ പുറത്തുള്ള 2 ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളതിന് ഇൻറ്റു ചെയ്യുകയാണേ. 2 ഇൻറ്റു 4 എന്താണ്? 8 അല്ലേ, ഇവിടെ പ്ലസ് ആണ്. 2 ഇൻറ്റു 4 എന്താണ്? 8m കോസ് 4x പ്ലസ് 5 ഇൻറ്റു സി e⁵ 5c e⁵ 5 ഇൻറ്റു കെ കോസ് 4x 5k k കോസ് 4x 5 ഇൻറ്റു എം സൈൻ 5x ഇവിടെയും പ്ലസ് ആണ്. 5m സൈൻ 4x എന്ന് വരും. ഇനി നമ്മൾ ചെയ്യുന്നത് സി e⁵ കൂടെ ഇവിടെ എന്താ ഉള്ളത്? 0.25. ഇനി അതേപോലെ ഇവിടെ ഉണ്ട് സി e⁵ ഉണ്ട്. അതിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താണ്? 1 ആണ്, പ്ലസ് 1 ആണ്. ഇനി അതുപോലെ എവിടെയുള്ളത്? സി e⁵ കൂടെ ഇവിടെ എന്താ ഉള്ളത്? പ്ലസ് 5. അപ്പോൾ ഇത് മൊത്തം കൂടിയാൽ എത്രയാണ് വരിക? 5 1 6 ഇതും കൂടി കൂട്ടിയ 6.25 കിട്ടും. അപ്പോൾ മൊത്തം ഇത് എത്ര ഉണ്ട്? 6.25 സി e⁵ എണ്ണുണ്ട്. ഇനി കോസ് 4x എടുക്കുക. ഇതിൻ്റെ കൂടെ എന്താ ഉള്ളത്? -16. ഇനി കെ കോസ് 4x കൂടെ ഇവിടെ എന്താ ഉള്ളത്? -16. അതേപോലെ കെ കോസ് 4x വേറെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കുക. കെ കോസ് 4x ഉണ്ട്, കൂടെ എന്താ ഉള്ളത്? പ്ലസ് 5. -16 പ്ലസ് 5 എന്താണ്? -11 അല്ലേ. അപ്പം ഇത് എത്ര ഉണ്ട്? -11k കോസ് 4x ഉണ്ട്. ഇനി എം സൈൻ 4x കൂടെ ഇവിടെ എന്താ ഉള്ളത്? -16. അതേപോലെ എം സൈൻ 4x വേറെ എവിടെയെങ്കിലും ഉണ്ടോ നോക്ക്. എം സൈൻ 4x ഉണ്ട്, ഇവിടെ എന്താ ഉള്ളത്? 5. ഇവിടെ -16 പ്ലസ് 5 എന്താണ്? -11. അപ്പോൾ ഇവിടെ എന്തുണ്ട്? -11 എം സൈൻ 4x ഉണ്ട്. പിന്നെ ഇവിടെ ഇനി ബാക്കിയുള്ളത് ഏതാ? നമ്മൾ എഴുതാത്ത ടേംസ് ഏതാ? വരയിടാത്തതൊക്കെ ബാക്കിയുള്ളതാ അല്ലേ. 8k സൈൻ 4x പ്ലസ് എന്താണ്? 8k സൈൻ 4x പ്ലസ് എന്താണ്? 8m കോസ് 4x.
അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയത് അല്ലേ. ഇനി ഇതിൻ്റെ ഈക്വൽ ടുൻ്റെ അപ്പുറത്ത് നമ്മൾ ക്വസ്റ്റ്യൻ്റെ കൂടെ ഈക്വൽ ടുൻ്റെ അപ്പുറത്തുണ്ടായിരുന്ന സാധനം ഉണ്ടല്ലോ, അതെന്തായിരുന്നു? ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതാണേ. 1.25 e⁻0.5x പ്ലസ് 40 cos 4x മൈനസ് 55 sin 4x. നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി കോയിഫിഷ്യൻസ് തമ്മിൽ കമ്പയർ ചെയ്യാം. e⁻0.5xൻ്റെ കൂടെ ഇവിടെ എന്താ ഉള്ളത്? 6.25c. പിന്നെ അതുപോലൊരു ടേം വരുന്നുണ്ടോ? ഇല്ല. ഈക്വൽ ടുൻ്റെ അപ്പുറത്ത് e⁻0.5xൻ്റെ കൂടെ എന്താ ഉള്ളത്? 1.25. അപ്പോൾ c ഈക്വൽ ടു എന്ത് വരും? 1.25 ഡിവൈഡഡ് ബൈ 6.25, അതായത് 0.2 വരും. ഇനി നമുക്ക് cos 4xൻ്റെ കൂടെ ഉള്ളത് കമ്പയർ ചെയ്യാം. cos 4xൻ്റെ കൂടെ ഇവിടെ എന്താ ഉള്ളത്? -11k. ഇനിയോ cos 4xൻ്റെ കൂടെ ഇവിടെ എന്താ ഉള്ളത്? +80m ഈക്വൽ ടു ഇപ്പുറത്ത് cos 4xൻ്റെ കൂടെ എന്താ ഉള്ളത്? 40. ഇനിയോ sin 4xൻ്റെ കൂടെ എന്താ ഉള്ളത്? -11m. ഇനി ഇവിടെ sin 4xൻ്റെ കൂടെ എന്താ ഉള്ളത്? +8k ഈക്വൽ ടു എന്താ ഉള്ളത്? ഇവിടെ എന്താ ഉള്ളത്? sin 4xൻ്റെ കൂടെ -55. ഇവിടെ നമ്മൾ എഴുതിയപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -8k sin 4x ആണല്ലോ. ഈ -8k sin 4x നമ്മൾ ഇങ്ങോട്ട് വന്നപ്പം മൈനസിന് പകരം ഞാൻ അവിടെ പ്ലസ് ആയിരുന്നു ഇട്ടത്. അപ്പോൾ ഈ മൈനസ് ആക്കി കൊടുക്കണേ. അപ്പോൾ എന്ത് വരും എന്ന് വെച്ചാൽ ഈ പ്ലസ് മാറി മൈനസ് വരും. അപ്പം ഇവിടെ വരുന്ന മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ പ്ലസ് മാറിയിട്ട് എന്തായിക്കോളും? മൈനസ് ആയിക്കോളും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൈനസ് ഉണ്ടല്ലോ, ഞാൻ മൈനസിനെ പുറത്തെടുത്തു. ഇവിടെ നിന്ന് മൈനസ് പോയാൽ പിന്നെ അവിടെ 11m ആണ്, ഇവിടെ നിന്ന് മൈനസ് പോയാൽ 8kയും. ഇനി എന്ത് ചെയ്യുക? രണ്ട് സ്ഥലത്തും മൈനസ് ഉണ്ടല്ലോ, അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇപ്പം നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഇത് ഇക്വേഷൻ 2ഉം ഇനി ഇക്വേഷൻ 1ഉം. ഇനി ഇതിനെ കമ്പയർ ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കണം. അപ്പം നമുക്കറിയാം കമ്പയർ ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കാൻ അറിയാം. അതിന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ 1 ഉണ്ടല്ലോ, ഇക്വേഷൻ 1 × 8/11 ചെയ്യാം. അപ്പോൾ എന്താ വരിക? -11 × 8/11k പ്ലസ് 8 × 8/11m ഈക്വൽ ടു 40 × 8/11. എന്താ കിട്ടുക? ഈ 11ഉം 11ഉം വെട്ടിപ്പോയാൽ എന്ത് വരും? -8k പ്ലസ് 8 × 8 എന്താ? 64 ഡിവൈഡഡ് ബൈ 11m ഈക്വൽ ടു 40 × 8 എത്രയാണ് വരിക? 320 ഡിവൈഡഡ് ബൈ 11 അല്ലേ? ഇങ്ങനെ വരുമല്ലോ. ഇതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കുക. ഇനി നിങ്ങൾ ഈ 3ഉം ഇക്വേഷൻ നമ്പർ 2ഉം തമ്മിലൊന്ന് കൂട്ടി നോക്ക്. ഞാൻ ആദ്യം 3 എഴുതി. -8k പ്ലസ് 64 ഡിവൈഡഡ് ബൈ 11m പ്ലസ് ഇക്വേഷൻ നമ്പർ 2 എന്താണ്? 11m പ്ലസ് 8k. അല്ല, കൂട്ടുകയല്ല, ഇത് കുറയ്ക്കുകയാണ് വേണ്ടത്. -11m പ്ലസ് 8k ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണേ. ഇനി ഈക്വൽ ടുൻ്റെ അപ്പുറത്തുള്ളത് ഒരുമിച്ച് കൂട്ടുക. ഇവിടെ എന്താണ്? 55. ഇവിടെ എന്താണ്? 320/11. ഇനിയോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ -8k പ്ലസ് 64 ഡിവൈഡഡ് ബൈ 11m -11m മൈനസ് 8k. അല്ല, ഈ മൈനസ് ഇങ്ങോട്ടേക്ക് ഇൻഡു ചെയ്യും. 55 പ്ലസ് 320 ഡിവൈഡഡ് ബൈ 11 എന്താ വരിക? 925 ഡിവൈഡഡ് ബൈ 11. ഇനി ഇവിടെ നമ്മൾ കൂട്ടുകയല്ലേ ചെയ്തത്, ഇവിടെ പ്ലസ് ആണേ. അപ്പോൾ പിന്നെ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മാറ്റം വരില്ല. പ്ലസ് ചെയ്താൽ മതി. പ്ലസ് ചെയ്താലേ നമുക്ക് കിട്ടുള്ളൂ.
അതായത് നമുക്ക് ഇത് പ്ലസ് ചെയ്യോ പ്ലസ് ചെയ്യോ മൈനസ് ചെയ്യോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഏതാണോ ക്യാൻസൽ ചെയ്ത് പോകുന്നത് നിങ്ങൾ നോക്കണം. ഇവിടെ ഇപ്പം ഞാൻ പ്ലസ് ചെയ്താലേ എനിക്കിതാ ഈ 8Kനെയും ഈ -8Kനെയും ക്യാൻസൽ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പോൾ മൈനസ് ആയിരുന്നെങ്കിൽ ഇവിടെ മൈനസ് വരില്ലായിരുന്നു. അപ്പോൾ എനിക്കിത് രണ്ടും ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ ഇട്ട് കൊടുക്കാൻ. നിങ്ങൾക്ക് കൂട്ടാം, കുറയ്ക്കാം, ഏത് നമ്പർ വേണമെങ്കിലും ഗുണിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ നമുക്ക് ലാസ്റ്റ് ആൻസർ കിട്ടിയാൽ മതി. അപ്പോൾ ഈ 8Kയും -8Kയും കൂടി വെട്ടിപ്പോയാൽ പിന്നെ ഇവിടെ എന്താ വരിക? 64/11m + 11m = 925 / 11. ഇനി ഇത് തമ്മിൽ കൂട്ടിയാൽ എന്താ വരിക? 185m / 11 = 925/11. ഇനിയോ ഈ 11നെ ഞാൻ അപ്പുറത്തോട്ട് എടുത്തു. അപ്പോൾ 185m = 925/11. ഇതിവിടെ ഹരിച്ചതായതുകൊണ്ട് ഇവിടെ എത്തുമ്പോൾ ഗുണിക്കും. ഇതും ക്യാൻസൽ ചെയ്ത് പോയാൽ എന്ത് വരും? 925. അപ്പം 185m = എന്ത് കിട്ടി? 925 കിട്ടി. ഇനി 185നെ അപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ എന്താ വരിക? 925 / 185 = 5 കിട്ടും. അപ്പോൾ m = നമുക്ക് എന്ത് കിട്ടി? 5 കിട്ടി. ഇനി നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? ഇപ്പോൾ ഇക്വേഷൻ നമ്പർ 1 എടുക്കുക. എന്തായിരുന്നു ഇക്വേഷൻ നമ്പർ 1? -11K + 8m = 40. ഇതിൽ ഞാൻ എമ്മിന് 5 കൊടുത്താൽ -11K + 8×5 40, ദാറ്റ് ഈസ് ഈക്വൽ ടു 40 എന്ന് വരില്ലേ? ഇനി 40നെ അങ്ങോട്ടേക്ക് എടുത്താലോ? -11 ഇവിടെ പ്ലസ് ചെയ്ത 40 അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താകും? മൈനസ് ആകും. അപ്പോൾ 40 കുറയ്ക്കണം, 40 എന്താകും? 0 ആകും. ദാറ്റ് ഈസ് നമുക്ക് K = 0 കിട്ടി. അപ്പോൾ Kൻ്റെ വാല്യൂ 0യും എമ്മിൻ്റെ വാല്യൂ 5ഉം പിന്നെ നമ്മൾ ആദ്യം തന്നെ Cൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു 0.2. അപ്പം ഞാനിവിടെ YP ഇക്വേഷനിൽ എഴുതി. പിന്നെ എന്താ ചെയ്യുന്നത്? Cൻ്റെയും K 0 ആയതുകൊണ്ട് ഈ ടേം 0 ആയി പോകും. എമ്മിൻ്റെ വാല്യൂ 5 കൊടുത്തു. ഇനി നമ്മുടെ സൊല്യൂഷൻ ഉണ്ടല്ലോ, ജനറൽ സൊല്യൂഷൻ. ഇതിന് YC(x) പകരം YC(x)ഉം YP(x)ന് പകരം ഇതും കൊടുത്തു. ഇവിടെ പ്ലസ് ഇട്ടിട്ട് ഞാൻ ഇങ്ങോട്ടേക്കാണ് എഴുതിയത്. ഇനി ചോദ്യം എന്താണ്? ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ്. അപ്പോൾ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇനിഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ ഇനിഷ്യൽ കണ്ടീഷൻ എന്താണ്? y(0) = 0.2. അതായത് x = 0യും y = 0.2ഉം കൊടുക്കുക. ഇതിനെന്ത് കൊടുത്തു? 0.2 = e⁻0 c1 cos 0 + c2 sin 0 പ്ലസ് ഇതെന്താ വരിക? 0.2 ഇവിടെ എക്സിന് 0 കൊടുത്താൽ 0 വരും, പ്ലസ് 5 sin 0 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് 1 ആയിപ്പോയി. c1 × 1 പ്ലസ് sin 0 എന്താണ്? 0, cos 0 എന്താണ്? 1 ആണ്. പ്ലസ് 0.2 × 1 പ്ലസ് ഇതെന്താണ്? 0, കാരണം sin 0 എന്താണ്? 0 ആണ്. അപ്പം 0.2 = നമുക്ക് എന്ത് കിട്ടും? c1 + 0.2 കിട്ടും. ഇനിയോ ഞാൻ ഈ C1നെ, അതായത് ഈ C1നെ കിട്ടാൻ ഈ 0.2നെ ഇങ്ങോട്ടേക്ക് എടുത്താൽ പോരാ. അപ്പോൾ C1 = 0.2 - 0.2 എന്ത് കിട്ടി? 0 കിട്ടി. അപ്പോൾ C1 എന്തായിപ്പോയി? 0 ആയിപ്പോയി. രണ്ടാമത്തെ ഇനിഷ്യൽ കണ്ടീഷൻ എന്താണ്? y' of 0 = 60.1. അതിന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? y' കണ്ടുപിടിക്കണം. ഇനി നമ്മൾ y' കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ y' കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ എക്സിൻ്റെ ഒരു ടേമും ഇവിടെ എക്സിൻ്റെ വേറെ ടേമും രണ്ടും ഇൻറ്റു ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് യൂസ് ചെയ്യണം? പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. എന്താ പ്രോഡക്റ്റ് റൂള്? ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എഴുതിയിട്ട് രണ്ടാമത്തെ ഫംഗ്ഷൻ എഴുതി കൊടുക്കുക. എന്നിട്ടോ രണ്ടാമത്തെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എഴുതിയിട്ട് ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ e⁻⁻x ഡെറിവേറ്റീവ് എന്താ? -e⁻⁻x. രണ്ടാമത്തെ ഫംഗ്ഷൻ എഴുതി കൊടുത്തു. എന്നിട്ട് ഞാൻ ചെയ്തത് ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതി. എന്നിട്ട് ഈ രണ്ടാമത്തതിൻ്റെ ഡെറിവേറ്റീവ് cos 2x ഡെറിവേറ്റീവ് എന്താ? -sin 2x × 2 വരും. പിന്നെ അവിടെയുള്ള c1. ഇനി sin 2x ഡെറിവേറ്റീവ് എന്താ? cos 2x × 2 വരും. അവിടെയുള്ള c2 എഴുതി കൊടുത്തു. ഇനിയോ 0.2 എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അത് ഞാനിവിടെ ഇട്ടു. e⁻0.5x ഡെറിവേറ്റീവ് എന്താണ്? e⁻0.5x × ഇതിൻ്റെ ഡെറിവേറ്റീവ് 0.5 പ്ലസ് 5 sin 5x 4x ഡെറിവേറ്റീവ് 5 കോൺസ്റ്റൻ്റ് അതേപോലെ ഇട്ടു. sin 4x ഡെറിവേറ്റീവ് എന്താണ്? cos 4x × 4. ഇനി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇതൊക്കെ ഞാൻ അതുപോലെ എഴുതി. 0.2 ഇൻറ്റു 0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.1 ആണ്. പിന്നെയോ ദാ ഈ 5ഉം 4ഉം കൂടി ഗുണിച്ച് ഞാൻ 20 എന്ന് എഴുതി. അപ്പോൾ ഇതാണ് നമ്മളെ വൈ ഡാഷ് അല്ലേ. നമ്മുടെ ഇനിഷ്യൽ കണ്ടീഷൻ എന്താണ്? വൈ ഡാഷ് ഓഫ് 0 ഈക്വൽ ടു 60.1. അപ്പം ഞാൻ ഈ വൈ ഡാഷിന് ഇതിൻ്റെ അർത്ഥം എന്താ? എക്സിൻ്റെ വാല്യൂ 0യും വൈ ഡാഷിൻ്റെ വാല്യൂ 60.1 ആണ്. അപ്പം ഞാൻ ഈ വൈ ഡാഷിന് എന്ത് കൊടുത്തു? 60.1 കൊടുത്തു. ഇനി എക്സിന് ഞാൻ 0 കൊടുക്കാം. ഇവിടെ എക്സിന് 0 കൊടുക്കുമ്പം e⁻0 1 വരും. ഈ മൈനസും കൂടി ചേർത്ത് -1 വരും. ഇൻറ്റു ഇവിടെയോ C1 cos 2x, അതായത് എക്സിന് 0 കൊടുക്കുമ്പോൾ cos 0 വരും. അതെന്താണ്? 1 ആണ്. പ്ലസ് C2 ഇൻറ്റു sin 2x, ഇവിടെ എക്സിന് 0 കൊടുക്കുമ്പോൾ sin 0 എന്തായിപ്പോവും? 0 ആയിപ്പോവും. പ്ലസ് ഇവിടെയോ e⁻0 എന്ത് വരും? 1 വരും. മൈനസ് 2C1, ഇതെന്താണ്? sin 2x sin 0 എന്ന് പറയുമ്പോൾ എന്ത് വരും? 0 വരും. പ്ലസ് 2C2, ഇവിടെ cos 2x, എക്സിന് 0 കൊടുക്കുമ്പോൾ cos 0 വരും. അതെന്താണ്? 1 ആണ്. പ്ലസ് ഇവിടെയോ 0.5x ഇൻറ്റു 0 0 അല്ലേ? e⁻0 അതെന്താണ്? 1 ആണ്. അപ്പം ഇത് 1 ആയാൽ 0.1 ഇൻറ്റു 1 പ്ലസ് ഇവിടെയോ എക്സിന് 0 കൊടുത്താൽ cos 0 വരും. cos 0 1 ആണ്. അപ്പം 20 ഇൻറ്റു 1 എന്ന് വരും. ഇനിയോ എന്താ ഇത് വരിക? 60.1 ഈക്വൽ ടു മൈനസ് ഇതെന്താണ്? C1, ഇതെന്തായിപ്പോയി? 0 ആയിപ്പോയി. പ്ലസ് ഇതെന്തായിപ്പോയി? 0 ആയിപ്പോയി. പിന്നെ ഇവിടെ എന്തേ ഉള്ളൂ? ഒരു 2C2 ഇൻറ്റു 1. അപ്പം 2C2 പ്ലസ് ഇതെന്താണ്? 0.1 പ്ലസ് ഇതെന്താണ്? 20. ഇനി C1 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. C1 എന്താണ്? 0 ആണ്. അപ്പോൾ ഈ ടേം എഴുതേണ്ട, ഇത് ക്യാൻസൽ ആയിപ്പോയി. അപ്പം 60.1 ഈക്വൽ ടു 2C2 പ്ലസ് 0.1 പ്ലസ് 20. ഞാൻ ഈ 0.1ന് അങ്ങോട്ടേക്ക് എടുക്കുക. അപ്പം 60.1 മൈനസ് 0.1, ഇതിവിടെ കൂട്ടിയതല്ല, അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കുറയ്ക്കുക. 60.1ന്ന് 0.1 കുറച്ചാൽ എത്രയാണ് കിട്ടുക? 60. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? 2C2 പ്ലസ് 20. ഇനി 20ന് അങ്ങോട്ട് എടുത്താലോ? 60 കുറയ്ക്കണം 20 എന്താണ്? 40. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? 2C2. അപ്പം ഇനി C2നെ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ 2ന് അങ്ങോട്ടേക്ക് എടുത്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 20. ഇനി നമ്മൾ സൊല്യൂഷൻ എഴുതി കൊടുക്കുക. C1 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അപ്പോൾ ഈ ടേം എഴുതണമെന്നില്ല. പിന്നെ C2ന് ഞാൻ എന്ത് കൊടുത്തു? 20 കൊടുത്തു. ബാക്കിയുള്ള ടേംസ് എഴുതി. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിറ്റർമൈൻ ദി ഫോം ഓഫ് എ പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് y⁻4 പ്ലസ് y⁻′ ഇസ് ഇക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ e⁻−x. അപ്പോൾ നമുക്കറിയാം നോൺ ഹോമോജീനിയസ് ആണ്, ലീനിയർ ആണ്, കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻസും ആണ് അല്ലേ. അപ്പോൾ ഈ മെത്തേഡ് വെച്ച് ചെയ്യാലോ. അതിന് സൊല്യൂഷൻ എന്തായിരുന്നു? yc(x) പ്ലസ് yp(x). yc(x) എങ്ങനെയാണ് കണ്ടുപിടിക്കുക? തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് എഴുതുക. y⁴ ആണെങ്കിൽ m⁴ഉം y³ ആണെങ്കിൽ m³ കൊടുക്കാം. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഇതിൽ 2ൽ m³ ഉണ്ടല്ലോ. ഈ 4 എണ്ണത്തിൽ നിന്ന് ഞാൻ 3 എണ്ണത്തിനെ പുറത്തെടുത്തു, 3 എമ്മിനെ പുറത്തെടുത്തു. ഈ 3 എണ്ണത്തിൽ നിന്ന് ആ 3 എണ്ണം തന്നെ പുറത്തെടുത്തു. അപ്പോൾ 4ൽ നിന്ന് 3 പോയാൽ പിന്നെ അവിടെ 1 അല്ലേ ഉള്ളൂ. ഈ 3 എണ്ണത്തിൽ നിന്ന് 3ഉം പോയി കഴിഞ്ഞു അല്ലേ. അതായത് ഇവിടെ പിന്നെ ഒരു m ഉണ്ട്. ഈ 3 എമ്മും പോയാൽ പിന്നെ അവിടെ എന്താ ഉള്ളത്? 1 ആണുള്ളത്. അപ്പം നമുക്കറിയാം a ഇൻറ്റു ബി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നെങ്കിൽ a 0 ആകണം, അല്ലെങ്കിൽ എന്ത് 0 ആകണം? b 0 ആകണം. അതേപോലെ ഇത് തമ്മിൽ ഇൻറ്റു ചെയ്തത്. അപ്പോൾ ഇത് 0 ആകണമെങ്കിൽ ഒന്നെങ്കിൽ m³ 0 ആകണം, അല്ലെങ്കിൽ ആര് 0 ആകണം? m+1 ഈക്വൽ ടു 0 ആകണം. m³ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? m ഈക്വൽ ടു 0 0 0. അതായത് ഇവിടെ 3 എണ്ണം വരുന്നതുകൊണ്ട് എത്ര റൂട്ട് ഉണ്ടാകും? 3 എണ്ണം ഉണ്ടാകും. ഇനി m+1 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m ഈക്വൽ ടു എന്താ? 1നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ -1. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഓർഡർ എത്രയാണ്? 4 ആണ്. ഓർഡർ 4 ആണെങ്കിൽ എത്ര റൂട്ട് ഉണ്ടാകും? 4 റൂട്ട്സ് ഉണ്ടാകും. 3 എണ്ണം 0യും ഒരെണ്ണം എന്താണ്? -1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ yc(x) എങ്ങനെ എഴുതുക? നമുക്കറിയാം yc(x) എഴുതുമ്പം ഈക്വൽ ആയിട്ടുള്ള റൂട്ട്സ് വരികയാണെങ്കിൽ, ഇത് റിയലും ആണ് കാരണം കോംപ്ലക്സ് അല്ല, ഈക്വലും റിയലും ആയിട്ടുള്ള റൂട്ട്സ് വരികയാണെങ്കിൽ yc(x) എന്താ വരിക? ഇവിടെ അപ്പോൾ 3 എണ്ണം ഉണ്ട്. അപ്പോൾ എന്ത് വരും? c1 പ്ലസ് c2x പ്ലസ് c3x² ഇൻറ്റു x⁻m.
ഇതാണ് ഇതിൻ്റെ YC(x) വരിക. ഇവിടെ വേറൊരു അതായത് ഇതിൻ്റെത് ഇതാണ് വരിക. ഇവിടെ m = -1 ഉണ്ടല്ലോ. ഇതെന്താണ്? ഇതൊരു റിയൽ റൂട്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ കൂടെ എന്തും കൂടി വരും, ഒരു C4x⁻m1. ഇതിന് m1 എന്ന് കൊടുക്കുക. x⁻m1 അല്ല, e⁻m1x ആണ്. ഇവിടെയും e⁻m1x ആണ് കേട്ടോ, മാറിപ്പോരുത്. അപ്പം ഇതാണ് നമ്മളെ YC(x). ഞാൻ എന്ത് ചെയ്തു, m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 0 ആണ്, m1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, -1 ആണ്. e⁻01 ആയതുകൊണ്ട് ഇങ്ങനെ വരും നമ്മളെ YC(x). ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, YP കണ്ടുപിടിക്കണം. അതിന് R(x) അറിയണ്ടേ. R(x) എന്താണ്, 1 - x² e⁻−x. 1 - x² e⁻−x. അപ്പം നമ്മൾ ടേബിൾ എടുക്കുക. ഈ 1 എന്ന് പറയുന്നത് എന്താണ്, പോളിനോമിയൽ അല്ലേ. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം, ഇവിടെയാണ് മോഡിഫിക്കേഷൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടത്. പോളിനോമിയൽ വരുമ്പം എങ്ങനെ മോഡിഫിക്കേഷൻ റൂൾ അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത്. അതായത് ഇങ്ങനെ പോളിനോമിയൽ വന്ന നമ്മളെ ക്വസ്റ്റ്യൻ നോക്കുക. നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ്, y⁴ + y⁻# = 1 - x² e⁻−x അല്ലേ. ഇവിടെ ഇങ്ങനെ പോളിനോമിയൽ വന്നു കഴിഞ്ഞാൽ 1, 2, 3 അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യനിൽ വൈൻ്റെ ഏതെങ്കിലും ടേംസ് ഇല്ലാത്തതുണ്ടോ എന്ന് നോക്കുക. ഇവിടെ വൈൻ്റെ ഏതൊക്കെ ടേംസാണ് ഇല്ലാത്തത്, ഇവിടെ 4 ഉണ്ട്, 3 ഉണ്ട്. y⁻" ഇല്ല, y' ഇല്ല, y ഇല്ല, 3 ടേംസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത്, നമുക്ക് റൂട്ട്സ് കിട്ടിയല്ലോ, അതേപോലെ ഈക്വൽ ആയിട്ടുള്ള 3 റൂട്ട് കിട്ടിയോ എന്ന് നോക്കുക. കിട്ടിയല്ലോ, 0, 0, 0 ഇല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ പോളിനോമിയലിൻ്റെ YP ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ എന്ത് ഗുണിക്കണം, x³ ഗുണിക്കണം. അത് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് YP ചൂസ് ചെയ്യാം അല്ലേ. നമ്മളെ YP എന്താ വരിക, ഇവിടെ 1 ആണ്. അപ്പോൾ 1 വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമ്മൾ ഏതാ ചൂസ് ചെയ്യുക, നമ്മൾ R(x) 1 അല്ലേ. ഇവിടെ ഒരു kx⁻n ഉണ്ടല്ലേ. നിങ്ങൾ നോക്കിക്കോ, kx⁻n. ഇവിടെ kക്ക് 1ഉം n-ന് 0യും കൊടുത്താൽ എന്താകും, x⁻0 എന്താ 1. അപ്പോൾ 1 × 1 എന്താണ് 1. അപ്പോൾ നമ്മളെ 1 കിടക്കുന്നത് ഈ ഒരു ഫോർമാറ്റിലല്ലേ അല്ലേ. എക്സിൻ്റെ മുകളിൽ എന്താണ് 0 വരുമ്പോഴാണ് നമുക്ക് 1 കിട്ടുക. അങ്ങനെയാണെങ്കിൽ 1ൻ്റെ YPൻ്റെ ഫോം എന്താ, kx⁻n ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ k0 + k1x + എക്സെട്ര എന്ന് പറഞ്ഞു പോകും. എക്സിൻ്റെ മുകളിൽ n ആണെങ്കിൽ ഇത് n വരെ പോകും. നമുക്ക് എക്സിൻ്റെ മുകളിൽ 0 ആയപ്പോഴാണ് ഇവിടെ 1 കിട്ടിയത്. അപ്പം ഇവിടെ എത്രയേ വരുള്ളൂ, k0 വരെ വരുള്ളൂ, k0. അപ്പം ഈ 1ൻ്റെ YP എന്താണ്, k0 ആണ്. മൈനസ് ഇനി x² e⁻−x YP വേണമല്ലോ, x² e⁻−x ഇതല്ലേ. x⁻n ഉണ്ട്, e⁻x ഉണ്ട്. x² നമുക്ക് എന്താണ്, -x ആണ്. അപ്പം ഇതിൻ്റെ പോളിനോമിയൽ എന്താ, e⁻αx × k0 + k1x + എക്സെട്ര എന്ന് പറഞ്ഞു പോകും. അപ്പം ഇവിടെ n ആണെങ്കിൽ ഇവിടെ n വരെ പോകും. നമുക്കിവിടെ എക്സിൻ്റെ മുകളിൽ എത്രയുള്ളത്, 2 ഉള്ളത് അല്ലേ. എക്സിൻ്റെ മുകളിൽ 2 ആണെങ്കിൽ ഇത് എവിടം വരെ വരും, k2x² വരെ വരും. അപ്പോൾ ഇതെന്താ വരിക, e⁻αx ഇനിയാണ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഓൾറെഡി k0 ആയതുകൊണ്ട് എന്തെഴുതണം, k1 + k2x + k3x². ഇങ്ങനെ എഴുതണം. അതായത് നോട്ട് ചെയ്യേണ്ടത്, എക്സിൻ്റെ മുകളിൽ ഇവിടെ n ആണെങ്കിൽ x⁻n വരെ പോകും. തൽക്കാലം കോൺസ്റ്റൻസ് നിങ്ങൾ ബോധർ ചെയ്യേണ്ട. അങ്ങനെയാണെങ്കിൽ x² ആണെങ്കിൽ എവിടം വരെ പോകും, x² വരെ എഴുതണം. അതായത് x². അപ്പോൾ k0 പകരം k1 എഴുതി, k2x എഴുതി, k3x² എഴുതി. ഇനിയോ e⁻αx സ്ഥാനത്ത് നമ്മളെ ക്വസ്റ്റ്യനിൽ എന്താണുള്ളത്, e⁻−x. അപ്പോൾ എന്ത് വരും, k0 - e⁻−x k1 + k2x + k3x² എന്ന് വരും. ക്ലിയർ ആയില്ലേ. ഇനിയാണ് ചെയ്യേണ്ടത്, ഇതാണ് നമ്മളെ YP. നമുക്കറിയാം
ഈ 1 എന്ന് പറയുന്നത് എന്താണ്? അതായത് ഇങ്ങനെ 1, 2, 3 ഇങ്ങനത്തെ പോളിനോമിയൽസ് വരുമ്പോൾ നിങ്ങൾ എന്ത് നോക്കണം? നമ്മളെ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ടേംസ് മിസ്സിങ് ആണോന്ന്. ഇവിടെ y⁴ഉം y³ മാത്രമേ ഉള്ളൂ. 2ഉം 1ഉം പിന്നെ yയും വരുന്ന 3 ടേംസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെ നോക്കണം അവിടുത്തെ എത്ര റൂട്ട്സ് ഈക്വൽ ആണെന്ന്. 3 റൂട്ട്സ് ഈക്വൽ ആണല്ലോ. 3 റൂട്ട്സ് ഈക്വൽ ആണെങ്കിൽ ഈ പോളിനോമിയലിൻ്റെ YP ഉണ്ടല്ലോ, എന്താണ് k0. അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? x³ ഇൻറ്റു ചെയ്യണം. 2 എണ്ണാണെങ്കിലോ x² ഇൻറ്റു ചെയ്യണം. ഒരെണ്ണാണെങ്കിൽ xനെ ഇൻറ്റു ചെയ്യണം. ക്ലിയർ ആയോ? അതേപോലെ തന്നെ പിന്നെ നമ്മൾ വേറൊരെണ്ണം പഠിച്ചിട്ടുണ്ട്, മോഡിഫിക്കേഷൻ റൂൾ അല്ലേ. ഇവിടെ ക്വസ്റ്റ്യനിലുള്ള e⁻⁻x ക്വസ്റ്റ്യനിലുള്ള ഏതെങ്കിലും ടേം നമ്മൾ YC എവിടെ ഇതാ YCയിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക. ഈ e⁻⁻x ഇതാ ഇവിടെ ഒരു തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഈ e⁻⁻x ഇതിൻ്റെ YP എഴുതുമ്പം അതിൻ്റെ കൂടെ x ഗുണിക്കണം. കാരണം എന്താ? e⁻⁻x ഒരു തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി e⁻⁻x 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ YPൻ്റെ കൂടെ എന്ത് ഗുണിക്കണം? x² ഗുണിക്കണം. അപ്പം ഈ x² e⁻⁻xൻ്റെ YP എന്താണ്? ഇതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്താണ് ഗുണിക്കേണ്ടത്? x ആണ്. അപ്പോൾ YP = x³ k0 മൈനസ് e⁻⁻x എക്സിനുള്ളിലോട്ട് എടുത്തോ, അല്ലെങ്കിൽ വേണ്ട. k1 + k2x + k3x² ഇൻറ്റു ഞാൻ x ഗുണിച്ചു. ഇനി എക്സിനുള്ളിലോട്ട് എടുത്താൽ എന്താ വരിക? x³ k0 മൈനസ് e⁻⁻x ഇൻറ്റു k1x + k2x + k3x³ കിട്ടിയല്ലോ YP എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ആണ് ശ്രദ്ധിക്കേണ്ടത്. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഡിറ്റർമൈൻ ദി ഫോം ഓഫ് പർട്ടിക്കുലർ സൊല്യൂഷൻ. YP എന്ന് പറയുന്നതല്ലേ പർട്ടിക്കുലർ സൊല്യൂഷൻ. അപ്പോൾ YP കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്റ്റോപ്പ് ചെയ്യാം.